പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഒരു സീൻ കാട്ടിത്തരാം. കഴിഞ്ഞ ദിവസം ചില ചാനലുകളിലല്ല, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ദൃശ്യമാണ്. അത് കണ്ടിട്ട് നമുക്ക് ഓടി വരാം. ഗംഭീര ദൃശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ കേട്ട മുദ്രാവാക്യമാണ് ലീഗടാ, ഇത് ലീഗടാ, ഇനി ലീഗ് ഭരിക്കും, ഇവിടെ ലീഗ് പറയും, ലീഗ് ഭരിക്കും, ലീഗിന്റെ നിയമം, ലീഗിന്റെ ഭരണം. അതായത് ഇവിടുത്തെ കോടതിയും അതല്ലെങ്കിൽ പോലീസും ഒന്നും ഇനി ഇവിടെ ഭരിക്കണ്ട, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും ഇനി ഭരിക്കണ്ട. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്ന പാകിസ്ഥാന്റെ കൊടിയും വീശി നടക്കുന്ന ഞങ്ങൾ ഭരിക്കുമടാ എന്ന രീതിയിൽ കേട്ട മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ടതാണ് തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഒക്കെ ആയിട്ട്. എന്തായാലും അതിന്റെ ബാക്കി പത്രം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ആദ്യം കാണുക, കണ്ടു നോക്കൂ. பஞ்சாயத்து கச்சோட இங்க பிசினஸ் பண்றதுக்கு உங்களுக்கு லைசன்ஸ் இருக்கா? இருந்தாக்கா ஷாப் காணிக்கு ലൈസൻസ് ഉണ്ടോ? ഇതാ ബില്ലിതാ. വർത്താനല്ലേ ഷോപ്പ് ക്ലോസ് ആക്കിട്ട് വർത്താൻ ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് എടുത്തുക്കോ. ഈ സാധനം നിന്നാണോ? ഇതെല്ലാം സാധനമാണോ? ഈ സാധനത്തിന് കഴിച്ചാല് അന്നേരം തന്നെ വരും ക്യാൻസർ. വേറെ ഒന്നുമില്ല. ഈ കച്ചവടം നമ്മുടെ നടക്കില്ല. ഈ മുതലേ കട ഷോപ്പ് ക്ലോസ് പണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം ചേട്ടാ. ഞങ്ങൾ കുറെ സാധുക്കൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നീ അங்கே சீசன் இங்க வந்து நீ காசு எடுத்துட்டு இறங்கண்ணா பேச்சப்புறம் எல்லாம் இதோ ஒரு நிமிஷம் நம்ம வந்து இதுல போட்டு கொடுக்கிறது இது எவ்வளவு இருக்கு? இதெல்லாம் பிளாஸ்டிக் அல்ல. எந்த ரிட்டர்னடா? எந்த ரிட்டர்னு? എന്ത് റിട്ടേൺ? എന്ത് റിട്ടേൺ? ഏത് ഓഫീസ്? ഒരു ഓഫീസില്ല. ഇപ്പൊ ഇന്ന് ഇല്ലല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഇറങ്ങണ ഇന്റെ മറ്റേ ആളുങ്ക ഇതിന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഇത് 4000 പഞ്ചായത്ത് വന്നിട്ടുണ്ടെങ്കിൽ 25,000 രൂപ ഫൈനിടില്ലേ? കോഴിക്കോട് 50,000 രൂപ ഫൈനിടില്ലേ? ஒன்று சொல்றேன், நம்மளுக்கு தெரியாது. ഇറങ്ങി. നമ്മൾ കച്ചവടക്കാർക്ക് മാത്രം 25,000 50,000 രൂപ ഫൈൻ അണ്ണാ. ഇത് പിന്നെ പഞ്ചായത്ത് പ്ലാസ്റ്റിക് സാധനം തീർത്ത് പിടിക്കില്ല. 1,00,000 രൂപ ഫൈനാണ്. നോക്കൂ, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഗംഭീര ദൃശ്യങ്ങളാണ് ഇത്. മറ്റൊന്നുമല്ല, നാദാപുരം എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലം. ഈ നാദാപുരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാക്കുണ്ട്, 3 അക്ഷരങ്ങളുണ്ട്. NDF എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെയും അവരുടെ രാഷ്ട്രീയ പാർട്ടികളിലെ STPയുടെയൊക്കെ ആദ്യകാല രൂപമായിരുന്നു NDF എന്നുള്ളത്. ഈ NDFന്റെ ഫുൾ ഫോം എന്താണെന്നറിയാമോ? നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നായിരുന്നു. അതായത് തീവ്രവാദികൾ ആദ്യം തുടങ്ങിയത് ഈ നാദാപുരത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ഭീകര സംഘടന തുടങ്ങിയത്. അങ്ങനെ NDF നിരോധിക്കുന്നു. ആ NDF നിരോധിച്ചതിന് ശേഷം കൃത്യമായിട്ടും അവർ പോപ്പുലർ ഫ്രണ്ടിലേക്ക് മാറുന്നു. അതിനു മുൻപ് KT ജലീൽ എന്ന് വിളിക്കുന്ന മറ്റൊരു മുഖം മൂടി അണിഞ്ഞ സഖാവ്, ആ തീവ്രവാദിയുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, സിമി എന്ന് പറയുന്ന സംഘടന. ആ സംഘടന തീവ്രവാദി സംഘടനയാണെന്നും പ്രഖ്യാപിച്ച് നിരോധിച്ച സമയത്ത് അത് കോൺഗ്രസ് സർക്കാരാണ് നിരോധിച്ചത്, അല്ലാതെ BJP-ക്കാരൊന്നുമല്ല. ഈ NDAയും ഒക്കെ ഈ NDFനെയും ഒക്കെ ആരാണ് നിരോധിച്ചതെന്ന ചരിത്രം നോക്കുമ്പോൾ ഇതൊന്നും സംഘികളല്ല നിരോധിച്ചത്. അങ്ങനെ ഈ സിമി ആയാലും NDF ആയാലും ഇവരൊക്കെ നിരോധിക്കപ്പെട്ട ഈ തീവ്രവാദി സംഘടനകൾ ഇതൊക്കെ രൂപം കൊണ്ട ഒരു സ്ഥലമാണ് ഈ നാദാപുരം. എന്തായാലും ഈ നാദാപുരത്തെ മുസ്ലിം ലീഗ് തീവ്രവാദികളിൽ നിന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട്. ഒരു പാവം പിടിച്ച ഹിന്ദു കച്ചവടക്കാരൻ, അതും ഒരു തമിഴ്നാട്ടുകാരനാണ്. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ അന്വേഷിച്ചു. അവൾ അറിയാൻ കഴിഞ്ഞ എങ്ങനെയെന്ന് അറിയാമോ? ഇദ്ദേഹം ഈ മഴക്കാലം ഏകദേശം ഈ ഒരു സീസൺ ആവുന്ന സമയത്ത്
പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും 180 എന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് കിട്ടുന്ന വലിയൊരു ഹോള് പോലെയുള്ള ബിൽഡിംഗ് അത് പണി പോലും പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കില്ല. കാരണം അദ്ദേഹത്തിന് അത് മതി. അങ്ങനെ താൽക്കാലികം 3-4 മാസങ്ങൾ മാത്രം കച്ചവടം ചെയ്ത് ഒരു വർഷത്തിൽ സീസണിൽ മാത്രം വന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഈ മുസ്ലിം ലീഗുകാർ ഈ തീവ്രവാദികൾ ഇങ്ങനെ ഇറങ്ങാൻ കാരണം എന്തെന്നറിയാമോ? മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന ആ സ്ഥലത്ത് തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കച്ചവടക്കാർക്ക് മാത്രം 25,000 രൂപ അല്ല കണ്ടോ, 180 അവിടെ കാണുന്നുണ്ട്. കൂട്ടി ലോക്കിട്ടോ. ഞങ്ങൾ ഭരിക്കുമേടാ. ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊന്നല്ല, ഈ ഇദ്ദേഹം ഇരിക്കുന്ന ഈ ഫോട്ടോയുടെ മേലെ നോക്കും. കണ്ടോ, അദ്ദേഹം ഇരിക്കുന്നതിന്റെ മുകളിൽ ദേവന്മാരുടെ അദ്ദേഹം വിശ്വസിക്കുന്ന ഹിന്ദു ദേവദേവീന്മാരുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. മാത്രമാണോ, பஞ்சாயத்து காசு கச்சோடம் இங்க பிசினஸ் பண்றதுக்கு உனக்கு லைசன்ஸ் இருக்கா? இருந்தாக்கா அவசரம் காணிக்கு லைசன்ஸ் ഉണ്ടോ? ഇതാ ബില്ല് ഷോപ്പ് ക്ലോസ് ആക്കി വെക്കാം. ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് എടുത്തോ. ഈ സാധനം എന്താണോ? ഇതെല്ലാം സാധനം ഈ സാധനം അതായത് ഈ വ്യക്തിക്ക് നേരെ ഈ തീവ്രവാദികൾ, ഈ മുസ്ലിം ലീഗ് തീവ്രവാദികൾ ആരോപിക്കുന്നത് എന്തെന്നറിയാമോ? പഞ്ചായത്ത് ലൈസൻസ് എടുത്തിട്ടില്ല എന്നുള്ളത്. നോക്കൂ, ആ പാവം ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് ഇത് അന്വേഷിച്ചു. അദ്ദേഹം 3-4 മാസം സീസണിൽ മാത്രം വന്നിട്ട് ചെയ്യുന്നതാണ്. അത് കരുതിയിട്ട് നിയമം ലംഘിക്കാൻ അദ്ദേഹത്തിന് അവകാശമൊന്നുമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. നിയമപ്രകാരം തന്നെ വേണം പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം ഈ 3-4 മാസം ഇങ്ങനെ താൽക്കാലികമായിട്ടൊരു ഈ പറയുന്ന പണി പോലും തീരാത്ത രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിൽ താൽക്കാലികമായിട്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും 180 എന്നുള്ള രീതിയിൽ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് കച്ചവടം ചെയ്തപ്പോൾ അത് പഞ്ചായത്ത് ലൈസൻസ് എടുത്തോടാ, നീ പ്ലാസ്റ്റിക്കിൽ ഇട്ട് കൊടുക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലീഗ് തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ കട ഷട്ടർ താത്തി ലോക്ക് ചെയ്ത് പോയി. ഇനി ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അവിടുത്തെ ഒരു വാർഡ് മെമ്പർ ആയിട്ടുള്ള മുസ്ലിം ലീഗ് തീവ്രവാദി തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ കേട്ടു, ഇത് ലീഗടാ, ഇത് ലീഗടാ, ഞങ്ങൾ ഇതാ വരുന്നു, ഞങ്ങൾ ഭരിക്കും എന്നുള്ളത്. അതെ, ഞമ്മന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കണ്ടു, വെറും 22 സീറ്റ് നേടിയ ഈ മുസ്ലിം ലീഗ് വരച്ച വരയിൽ 60-ന് മുകളിൽ സീറ്റ് നേടിയുള്ള കോൺഗ്രസിനെ ഒറ്റ നിൽപ്പിന് നിർത്തിക്കൊണ്ട്, വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇനി എന്തുകൊണ്ടാണ് ഈ നാദാപുരം പോലെയുള്ള ഈ പാവം പിടിച്ച ഈ ഹിന്ദു തമിഴിനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കച്ചവടം നിർത്തിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവിടെ നല്ല കച്ചവടമാണ്. എല്ലാ പാവം പിടിച്ച ആളുകളും 180 രൂപയ്ക്ക് നല്ല ഗുണനിലവാരത്തോടു കൂടിയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റൊട്ടേറെ പ്ലാസ്റ്റിക് ഉപകരണങ്ങളും എല്ലാം അവിടെ നിന്ന് നേടുന്നു. അത് ജിഹാദികളെ ചില്ലറ എന്നല്ല ചൊടിപ്പിച്ചത്. മാത്രമല്ല, ഇദ്ദേഹം കട നടത്തുന്ന അദ്ദേഹത്തിന്റെ ആ ക്യാഷ് കൗണ്ടർ ഉണ്ടല്ലോ, ആ ക്യാഷ് കൗണ്ടറിന്റെ മേലെ കൃത്യമായിട്ടും ഭഗവാന്റെയും ഭഗതിമാരുടെയൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്ന ഹിന്ദു ദേവദേവീ സങ്കല്പങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ജിഹാദികൾക്ക് പിന്നെ എങ്ങനെ ഇത് പൊറുക്കാം? ഒന്ന് നല്ല കച്ചവടം, മറ്റൊന്ന് നല്ല ഈ പറയുന്ന തീവ്രവാദികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ ഹിന്ദു ആയിട്ടുള്ള ആൾ കച്ചവടം ചെയ്യുന്നു. അപ്പോൾ പഞ്ചായത്ത് ലൈസൻസിന്റെ പേരിൽ കയറി ഇറങ്ങിക്കൊണ്ട് ആ കട ഷട്ടർ ഇട്ട് താത്തി. നോക്കൂ, അദ്ദേഹം QR കോഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏർപ്പാടല്ല, നമ്മൾക്കറിയാം. ഏതൊരു ട്രാൻസാക്ഷൻ നേരിട്ട് കാശ് കൊടുത്തിട്ടാലും വേണ്ടില്ല, QR കോഡ് കൊടുത്തിട്ടാലും വേണ്ടില്ല, നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹം താൽക്കാലികമായിട്ട് 3-4 മാസം മാത്രം സീസണിൽ മാത്രം ചെയ്യുന്ന ഈ കച്ചവടത്തിന് ഈ മുസ്ലിം ലീഗ് തീവ്രവാദികളുടെ പഞ്ചായത്ത് ലൈസൻസ് എടുത്തില്ല എന്ന ആരോപണത്തിനാണ് അദ്ദേഹത്തിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കച്ചവടം അടപ്പിച്ചത്. നോക്കൂ, ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ ലോകത്തെവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സിദ്ധാന്തമാണ്. അതായത് ഞമ്മന്റെ ആളുകൾ മാത്രം കച്ചവടം ചെയ്താൽ മതി, അല്ലാത്തവന്മാർ കച്ചവടം ചെയ്താൽ ഞങ്ങൾ ഏത് രീതിയിലും അത് പൂട്ടിക്കുമെന്നുള്ള ആ സിസ്റ്റം ഉണ്ടല്ലോ, അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്ര കണ്ട് ഇസ്ലാമിക കച്ചവടക്കാർ മാത്രം പെരുകിയതെന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവന്മാരുടെ കൂട്ടായിട്ടുള്ള ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ പൂട്ടിക്കാം എന്നുള്ളത് അവർക്കറിയാം. ഇനിയോ
അത്തരത്തിൽ പൂട്ടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് ലൈസൻസിന്റെ പേരിൽ ഇത്തരത്തിൽ ബലമായിട്ട് കയറിക്കൊണ്ട് പൂട്ടിക്കാൻ ഈ ജിഹാദികൾക്ക്, ഈ തീവ്രവാദികൾക്ക്, മുസ്ലിം ലീഗ് തീവ്രവാദികൾക്ക് ആരാണ് അവകാശം നൽകിയതെന്ന് ചിന്തിച്ചു നോക്കും. നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമപരമായുള്ള നടപടിക്രമമാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ പച്ച കൊടി പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് തീവ്രവാദികൾ നേരിട്ട് ചെന്ന് കടയടപ്പിച്ചുകൊണ്ട് പൂട്ടിട്ടുകൊണ്ട് പോരുന്ന സംവിധാനം എവിടെയാണ് കാണാനാവുക? ഇതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇവിടെ UDF ഭരണം നേടിയ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഈ VD സതീശൻ വന്ന സമയത്ത് തന്നെ പ്രകടനത്തിൽ ഉറക്കി വിളിച്ചത്, ഞങ്ങളാടാ ഇതാ വരുന്നടാ മുസ്ലിം ലീഗുകാർ, ഞങ്ങൾ ഇവിടെ പറയും, ഞങ്ങളാണ് നിയമം, ഞങ്ങളാടാ ഭരണം, ഞങ്ങൾ പറയുന്നതാടാ ഇവിടെ നടക്കുക എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് തീവ്രത ഇവർക്ക് വോട്ട് കുത്തി വിജയിപ്പിച്ച ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തോന്നിയില്ലല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എങ്ങനെ ഇരിക്കണം? മനസ്സിലായോ മക്കളെ? ഇവിടെയാണ് നമ്മൾ ആദ്യം മുതൽ എല്ലാ കാലഘട്ടത്തിലും പറയുന്നത്, ഈ നാട്ടിൽ നടക്കുന്ന ശുദ്ധ തെമ്മാടിത്തരങ്ങൾ, കൃത്യമായിട്ട് ജിഹാദികൾ നടത്തുന്ന ഈ ടാർഗറ്റഡ് ഈ വേർഷൻ ഉണ്ടല്ലോ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും നശിപ്പിക്കുക, അവരുടെ കച്ചവടമായാലും മറ്റൊട്ടേറെ സ്ഥാപനമായാലും ഭൂമിയായാലും അതല്ലെങ്കിൽ വസ്തുവായാലും എന്തായാലും അതെങ്ങനെ ഞമ്മന്റേതാക്കാം, അതെങ്ങനെ നശിപ്പിക്കാം, അതെങ്ങനെ അടച്ചു പൂട്ടിക്കാം, അത് നിയമത്തിന്റെ വശങ്ങളിലൂടെ ഞങ്ങൾ ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. ഞങ്ങളുടെ സംഘടിതമായിട്ടുള്ള ഈ ജിഹാദി ശക്തി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്യും. ഇനി ഏറ്റവും വലിയ രസം ഇതൊന്നല്ല, എന്തെന്നറിയാമോ? ഇങ്ങനെ ഈ മുസ്ലിം ലീഗ് തീവ്രവാദികൾ ഇത് പൂട്ടിച്ചതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ നാട്ടുകാരുടെ മനസ്സൊന്നടങ്കം ഇളകി എന്ന് മാത്രമല്ല, ആരാടാ നീയൊക്കെ നിയമപരമായിട്ട് അദ്ദേഹം നിയമം പാലിക്കുന്നില്ലെങ്കിൽ ആ ഹിന്ദു കച്ചവടക്കാരൻ, ആ തമിഴിനെ കച്ചവടം പൂട്ടിക്കാൻ നീയൊക്കെ ആരാടാ? ബലമായിട്ട് ചെയ്യുന്ന കച്ചവടം പൂട്ടിക്കാൻ നിനക്കൊക്കെ എന്ത് അധികാരമാടാം? അത് ചെയ്യാൻ ഇവിടെ നിയമവും നീതി നിർവഹിക്കുന്ന പോലീസ് സംവിധാനമായാലും അതല്ലെങ്കിൽ ഭരണനിർവഹണം, നിയമനിർമ്മാണം, കോടതി നിർമ്മാണം എല്ലാതും ഉണ്ട്. ഇവിടെ ഈ ഭരണം ഒന്നും പറ്റില്ല. ഇവിടെ നീതിയും നിയമവും ഒക്കെ ഞങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന നീയൊക്കെ ഏത് കാട്ടുവാസിയാടാ, ഏത് കാട്ടറബിയാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാട്ടുകാർ ഇളകിയപ്പോൾ ഇവന്മാർ പുതിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങി. ആ വീഡിയോയും ഗംഭീര വീഡിയോയാ, കാണേണ്ടത് തന്നെയാണ്. അതുകൂടെ ഞാനിവിടെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല, എന്തായാലും കാണാം നമുക്കത്. ബക്കറ്റ് വാങ്ങാൻ വേണ്ടി അണ്ണാ നാളെ തുറക്കണേ. അതായത് ഇവന്മാർ പൂട്ടിച്ച ആ കടയുണ്ടല്ലോ, അതിനുശേഷം ഇവന്മാരിൽ തന്നെ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് ആ അണ്ണനെ വിളിച്ച് ആ പൂട്ടിയ കട തുറപ്പിച്ചു. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ആളുകൾ ഒരുമിച്ചുകൊണ്ട് അവിടെ ഇവന്മാർക്ക് 8ന്റെ പണി കൊടുക്കുമെന്ന് കണ്ടപ്പോൾ ഇവന്മാരിൽ തന്നെ പഞ്ചായത്ത് ലൈസൻസ് പോലും ഒരു തേങ്ങയും മാങ്ങയും ഇല്ലാതെ കച്ചവടം നടത്തുന്ന ഇഷ്ടംപോലെ തെരുവ് കച്ചവടമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ടാർപ്പായ വിരിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എപ്പോഴും വെട്ടുകത്തിയും മാരക ആയുധങ്ങളുമായിട്ട് വിൽപ്പന നടത്തുന്ന ഒട്ടേറെ കച്ചവടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ പൂട്ടിക്കാൻ വേണ്ടി ജനങ്ങൾ ഇതുപോലെ തെരുവിൽ ഇറങ്ങുമെന്ന് കണ്ടപ്പോൾ 8ന്റെ മണി 16ന്റെ മണി തിരിച്ചു കിട്ടുമെന്ന് കണ്ടപ്പോൾ പുതിയൊരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഈ വീഡിയോയ്ക്ക് കൊടുത്ത ഹെഡിങ് എന്തെന്നറിയാമോ? ഇതാ പ്രവാസി മലയാളികൾ ഇറങ്ങിക്കൊണ്ട് കട പൂട്ടിച്ച ആ അണ്ണന്റെ, ആ തമിഴ്നാട്ടുകാരന്റെ കച്ചവടം തുറപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 19 സെക്കൻഡുള്ള വീഡിയോ അതും ഇവന്മാർ തന്നെ വൈറലാക്കി. ആദ്യമിട്ട വീഡിയോ വൈറലായപ്പോൾ ജനങ്ങൾ തന്നെ പച്ചയ്ക്ക് ചോദിച്ചു, ഇവിടെ ആരാടാ മുസ്ലിം ലീഗുകാരാ? നീ ആരാടാ ഇവിടുത്തെ നിയമം നടപ്പിലാക്കാൻ? ഇവിടുത്തെ നീതിയും നിയമവും സംവിധാനവും ഒന്നും അച്ചടക്കത്തോടെ പാലിക്കാതെ അത് ഫോളോ ചെയ്യാതെ ഒരു പാവം പിടിച്ച ഹിന്ദു കച്ചവടക്കാരൻ, ഒരു തമിഴ്നാട്ടിലെ കച്ചവടക്കാരൻ, അയാളുടെ കച്ചവടം പൂട്ടിക്കാൻ നീയൊക്കെ ഏതാടാ എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ ഈ നാദാപുരം ഡിഫൻസ്, പിന്നെന്താണ് NDF, അത്തരത്തിലുള്ള സംഘടന, തീവ്രവാദി സംഘടന, ആ NDF എന്ന് പറയുന്ന സംഘടനയ്ക്ക് പോലും രൂപം കൊടുത്ത ആ നാട്ടിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ കട്ടയും പടവും മടങ്ങുമെന്ന് കണ്ട സമയത്ത് ഇവന്മാർ രണ്ടാമത് ഇറക്കിയ വീഡിയോ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. തക്കിയ എന്ന് പറയുന്ന ഒരു സാധനം ഇവന്മാർക്കുണ്ട്. അതായത് എന്ത് നുണയും എന്ത് വഞ്ചനയും എന്ത് ചതിയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തെ കാഫിറുകളെ ഏത് രീതിയിലും നശിപ്പിക്കാനുള്ള അവർക്ക് ഞമ്മന്റെ പടച്ച നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത കിതാബിൽ കൊടുത്തതാണ് തക്കിയ എന്നുള്ളത്. ആ തക്കിയ പ്രകാരം ആ അണ്ണന്റെ കട രണ്ടാമത് തുറന്ന് പ്രവർത്തിപ്പിച്ചു. അത് പ്രവാസി മലയാളികൾ എന്നൊക്കെ കൊടുത്തത് കൊണ്ടാ. കാക്കമാർ തന്നെയാണ് അടപ്പിച്ചതും കാക്കമാർ തന്നെയാണ് തുറപ്പിച്ചതും. കാണുക, അറിയുക, മലയാളി ഹിന്ദു സമൂഹമേ, മലയാളി ക്രിസ്ത്യൻ സമൂഹമേ, നിങ്ങൾ വോട്ട് കുത്തി വിജയിപ്പിക്കുന്ന
UDF-നായാലും LDF-നായാലും നിങ്ങൾ കൊടുക്കുന്ന ഓരോ വോട്ടുമുണ്ടല്ലോ, അതിവിടുത്തെ തീവ്രവാദികൾക്കുള്ള വളമയാണ്. ആ തീവ്രവാദികളുടെ ഭരണം ഈ നാട്ടിൽ അഴിഞ്ഞാടാൻ കലാപാന്തരീക്ഷത്തോടുകൂടി ഇവിടെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് ഇവറ്റകളുടെ തലയിൽ വെറും മതം തിരുകിയിട്ടുള്ള, മതം പുഴുങ്ങിയിട്ടുള്ള, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ പോലും നടക്കുന്ന ഈ തീവ്രവാദികൾക്ക് ഇവിടെ ഈ തീവ്രവാദം കാട്ടാനുള്ള നിങ്ങൾ കൊടുത്ത ലൈസൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ജാഗരൂകരായിരിക്കുക. ഇടതെന്നും വലതെന്നും പറഞ്ഞുകൊണ്ടും മതത്തിന്റെ പ്രീണനത്തിന്റെ പേരിലും അതല്ലെങ്കിൽ വല്ല നക്കാപ്പിച്ചയും എറിഞ്ഞു തരുമ്പോൾ അത് നക്കിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുവെ നീ മതേതരനാണെന്നും പറഞ്ഞുകൊണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനിയെ നീ മതേതരനാണ്, നീ സഭാ കുഞ്ഞാടാണെന്നും പറഞ്ഞുകൊണ്ട് വോട്ട് കുത്തി കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും വിജയിപ്പിക്കുമ്പോൾ ഇവിടെ തഴച്ചു വളരുന്ന ഇസ്ലാമിക ജിഹാദിസത്തിന് തടയിടാൻ ഏക പാർട്ടിയുള്ള BJP-യെ നീ തളർത്തുമ്പോൾ, അതല്ലെങ്കിൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഘടനകളെ നീ തളർത്തുമ്പോൾ നീ മനസ്സിലാക്കുക, അവരല്ല തളരുന്നത്. ആരാ തളരുന്നത്? ഇതുപോലെ തന്നെ തളരുന്നത് നീ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നോക്കൂ, ഇത് കണ്ടപ്പോൾ മനസ്സിളകാത്ത ഹിന്ദുവേ, മനസ്സിളകാത്ത ക്രിസ്ത്യാനി, നീ മനസ്സിലാക്കിക്കോ. നിന്റെ വീട്ടിൽ നിനക്ക് കിട്ടുമ്പോൾ നീ കൃത്യമായിട്ടും മനസ്സിലാക്കും. അന്ന് കടന്ന് മോങ്ങി ഓടിയിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ഈ പാവം പിടിച്ച തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള ഈ 3-4 മാസം സീസണിൽ മാത്രം വന്നുകൊണ്ട് 180 രൂപയ്ക്ക് വിലക്കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി ഉൽപ്പന്നം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവടം പൊടിപൊടിച്ച സമയത്ത് അത് തകർക്കാൻ വേണ്ടി ഇങ്ങനെ തീവ്രവാദികൾ, മുസ്ലിം ലീഗ് തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നിന്റെ സ്ഥിരമായിട്ട് നീ നടത്തുന്ന കച്ചവടമുണ്ടല്ലോ, നിന്റെ കഞ്ഞിയിൽ പൂഴി വാരിയിടാൻ ഇവറ്റകൾ വരുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.